ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുഞ്ഞിൻ്റെ ഓവറോൾ വളർച്ചയ്ക്കും അതിൻ്റെ ഹെൽത്തിനും എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, കുഞ്ഞിന് കൊടുക്കാൻ മാത്രം ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് മിൽക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറേ അധികം ടിപ്സും അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു ടൈമിൽ നമ്മൾ കഴിക്കുന്നത്, എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ബ്രസ്റ്റ് മിൽക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ ഇല്ലയോ, കുഞ്ഞിന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ട്, ആവശ്യത്തിന് പാലില്ലാന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ മിക്കവരും പറയുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, എന്താ ചെയ്യണ്ടേ, ഫോർമുല കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ 4 മാസത്തിൽ തന്നെ ഭക്ഷണം കൊടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പേര് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് നാച്ചുറലി ഇംപ്രൂവ് ചെയ്യാനുള്ള കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും പരീക്ഷിച്ച് നോക്കാണ്ട് നമ്മൾ നേരെ തന്നെ കൂടി ഫോർമുല കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആവശ്യമില്ല. കാരണം നമുക്കറിയാലോ, എന്ത് വന്നാലും ബ്രസ്റ്റ് മിൽക്കിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഫോർമുല. നമുക്കിപ്പോൾ ഒരു രീതിക്കും ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാന്നൊരു കേസിൽ മാത്രം ഫോർമുല കൊടുക്കാമെന്നല്ലാണ്ട് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഒന്നും ഫോർമുലയ്ക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ടാണോ ഫീഡ് ചെയ്യുന്നത്, ആ ഒരു ലാച്ചിങ് ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ ആ ഒരു നിപ്പിൾ മാത്രം അവരുടെ വായിൽ വെച്ച് കൊടുക്കാണ്ട് ആ ഒരു കംപ്ലീറ്റ് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ബ്ലാക്ക് കളറിലെ കംപ്ലീറ്റ് ഏരിയ അവരുടെ വായിൽ പോകുന്ന വിധത്തിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് സക്ക് ചെയ്യാനും പറ്റുള്ളൂ, നമുക്കും കംഫർട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡിമാൻഡ് ഫീഡിങ് ആണെങ്കിൽ പോലും ഒരു 2 hours ഒക്കെ കഴിഞ്ഞിട്ട് അവർ ചോദിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് ഫീഡ് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം ഫീഡ് ചെയ്യുന്നോ അത്രയും വേഗത്തിലാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈക്ക് നടക്കുന്നത്. നമ്മളങ്ങനെ ഫീഡ് ചെയ്യാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈയും ലോ ആവും. കാരണം നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും, ബോഡിക്കൊരു തോന്നലുണ്ടാവും, കാരണം അത്ര ആവശ്യമുള്ളൂ എന്നൊരു തോന്നൽ കൊണ്ട് നമ്മുടെ ബോഡി കുറച്ച് മിൽക്കേ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം കൊടുത്തോണ്ടിരുന്നാൽ വേഗം മിൽക്ക് സപ്ലൈ നടക്കുകയും ചെയ്യും, കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ 2 സൈഡിൽ നിന്നും കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കുടിച്ചിട്ട് അടുത്ത സൈഡിൽ കൊടുക്കാനല്ല പറഞ്ഞത്, ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് എംറ്റി ആക്കിയിട്ട് നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവുക. എംറ്റി ആക്കണം നമുക്ക് മനസ്സിലാവുമല്ലോ, കാരണം അതിന് മുന്നേ ഭയങ്കര ഹെവി ആയിട്ടുണ്ടാവും ബ്രസ്റ്റ്. പക്ഷേ കുഞ്ഞ് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ കുടിക്കണില്ല, ഒരു സൈഡ് തന്നെ മതി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ സൈഡ് കൊടുക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ഫീഡിങ്ങിൽ കൊടുത്താൽ മതി. പക്ഷെ മാക്സിമം 2 സൈഡിൽ നിന്ന് കുടിപ്പിക്കാൻ നോക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നമ്മളുള്ള ടൈം കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് നമ്മൾ വേറെ കാര്യങ്ങളും വീട്ടു ജോലികളൊക്കെ തൽക്കാലം ആ ടൈമിൽ മാറ്റി വെച്ചിട്ട് ഉള്ള ടൈം കുഞ്ഞിനോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ കുഞ്ഞുമായിട്ട് നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. അതുവഴി ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ പാസിഫയേഴ്സ് അതുപോലെ തന്നെ ബോട്ടിൽസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ കൊടുത്തതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അതുമായിട്ട് അഡിക്റ്റ് ആയിപ്പോവും. പിന്നെ അവർ പാല് കുടിക്കാനായിട്ട് ഭയങ്കര മടിയാവും. അപ്പോൾ അതുപോലെ കൈ കുടിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും പാല് കുടിക്കാൻ ഭയങ്കര മടിയാവും. നമ്മൾ അങ്ങനെയൊന്നും അവരെ ശീലിപ്പിക്കാണ്ട് മാക്സിമം നമ്മളെപ്പോഴും അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കാം. ഇപ്പോൾ ബോട്ടിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യം ഒരു നിവർത്തിയില്ല ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ബോട്ടിൽസ് കൊടുക്കുക. അല്ലാണ്ട് എപ്പോഴും അങ്ങനെ ബോട്ടിൽസ് ഒന്നും കൊടുക്കരുത്. അത് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബോട്ടിൽസ് കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഇതുണ്ടാവും. കാരണം കുഞ്ഞിന് ആവശ്യത്തിന് പാല് വേണ്ട, അവർ ഫീഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബോഡി തോന്നും അത്രയും പാല് മതി, ആവശ്യമില്ല എന്നുള്ള ഇതിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒക്കെ ഭയങ്കരമായിട്ട് ഡിക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അതൊന്നും ചെയ്യാണ്ട് എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നമ്മളൊരു 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും
ഒരിക്കലും ഈ ജ്യൂസസ് അല്ലെങ്കിൽ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കുകയോ ചെയ്യരുത്. അവർക്ക് 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ മതി. അവരുടെ ബോഡിക്ക് വേണ്ട എല്ലാ ഫ്ലൂയിഡ്സും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തതിനാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറയുന്നു മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് അതത്ര നല്ലതല്ല. പിന്നെ അടുത്തത്, നമ്മളിപ്പോൾ പാല് കുഞ്ഞുങ്ങളിപ്പോൾ ഒരു ദിവസം കുടിച്ചില്ല, അല്ലെ എന്തെങ്കിലും അങ്ങനെ കുഞ്ഞിൻ്റെ ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത്രയും കുടിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ മിൽക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് പമ്പ് ചെയ്ത് കളയുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് കളയുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിവതും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാവുമല്ലോ നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് വരുന്നത് ആ ടൈമിൽ. എന്ന് വെച്ചാൽ പാലില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. ഇപ്പോൾ മോളുടെ കാര്യം തന്നെ ഞാൻ പറയട്ടെ, അവൾക്ക് ജനിച്ച ടൈമിൽ 3.4 kgs വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല അത്രയും ഉണ്ടത്. കാരണം ആളാകെ മെലിഞ്ഞിട്ട് ഒന്നുമില്ല, കാണാനൊന്നും ഒന്നും ഉണ്ടായില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവള് നമ്മൾ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും അവളുടെ വെയിറ്റ് ആവശ്യത്തിന് കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ളതിനേക്കാളും കൂടുതൽ വെയിറ്റ് അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആൾക്കാർ വന്നിട്ട് പറയണു, ഒരു പാലില്ലേ, എൻ്റെ പാലിന് എന്തോ കൊഴുപ്പില്ലാഞ്ഞിട്ടാണ്, കട്ടിയില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞു മെലിയുന്നത്, അങ്ങനത്തെ കുറേ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഇത് കേട്ടിട്ടും നമുക്കും ഭ്രാന്താവും. അപ്പോൾ കഴിവതും അങ്ങനത്തെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറിനോട് ചോദിക്കുക കുഞ്ഞിന് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടോ, എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ. എങ്കിൽ പിന്നെ മറ്റുള്ളവർ പറയണത് മാക്സിമം നമ്മൾ കേൾക്കണ്ട, അതൊക്കെ അങ്ങ് വിട്ട് കളയുക. വെറുതെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഉള്ള ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം കുടിക്കുക. കാരണം നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളത്തിൽ നിന്ന്, നമ്മൾ കുടിക്കുന്ന ഫ്ലൂയിഡ്സിൽ നിന്നേ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു എമൗണ്ടും കുറയും നല്ലോണം. പിന്നെ കുറെ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ, വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ, കാരണം പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കരുത്, അത് വയറ് ചാടും എന്നൊക്കെ പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വെള്ളം മാത്രമല്ല, നമ്മൾ ഡെയിലി ഒരു 3-4 ഗ്ലാസ് പാലും കുടിക്കാൻ നോക്കുക. കാരണം കാൽസ്യം നമുക്ക് ഒരുപാട് ആവശ്യമാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ മാക്സിമം നമ്മൾ പാലും കുടിക്കുക. അപ്പോൾ ഇനി ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ. അപ്പോൾ ഉലുവ എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂട്ടാനായിട്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉലുവ വെച്ചിട്ട് ലേഹ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഉലുവ വിരകി ലേഹ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുക. പിന്നെന്താ, ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, അത് 2 ജീരകം ഉണ്ട്, പെരുംജീരകം ഉണ്ട്, നല്ല ജീരകം ഉണ്ട്, 2 ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും നല്ലതാണ്. ആ രണ്ടും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന വയറിനുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് പ്രോബ്ലംസ്, ഇതൊക്കെ മാറാനായിട്ട് 2 ജീരകവും നല്ലതാണ്. അത് നമുക്ക് ഒന്നെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ചേർത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വായിലിട്ട് ചവയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അടുത്തതായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ വെളുത്തുള്ളിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതിന് ഭയങ്കര സ്മെല്ലല്ലേ. അപ്പോൾ അത് ഒരുപാട് അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു സ്മെല്ലിന് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു മോഡറേറ്റ് ലെവലിൽ കഴിക്കാൻ നോക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പാല് കുടിക്കണം എന്നില്ല. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം കഴിക്കുക, എക്സ്പെഷ്യലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ചീര, അതുപോലെ മുരിങ്ങയില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇലക്കറികളൊക്കെ നമ്മൾ നല്ലോണം കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, മുരിങ്ങയ്ക്കയും ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ കഴിച്ചാൽ നല്ലോണം ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒക്കെ കൂടും. പിന്നെ നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും കഴിക്കാൻ നോക്കുക. അതുപോലെ ഈ പപ്പായ ഉണ്ടല്ലോ, പപ്പായ നമ്മൾ അതിന് മുന്നേ കഴിക്കലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ നമുക്ക് പപ്പായ ഇട്ടിട്ട് തോരനൊക്കെ വെച്ച് കഴിച്ചാൽ അതൊക്കെ വളരെ നല്ലതാണ് ഈ ടൈമിൽ. പിന്നെ അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എള്ളുണ്ടല്ലോ. അപ്പോൾ എള്ളും ശരിക്കും ഭയങ്കര എഫക്റ്റ് ചെയ്യും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട്. അത് പണ്ടോട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എള്ളുണ്ട കടയിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് തന്നെയാണ് കൂടുതൽ ഹെൽത്തിയും.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഉണക്കി പൊടിച്ചിട്ട് കുറച്ച് ശർക്കരയൊക്കെ ഒഴുക്കി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് വീട്ടിൽ തന്നെ എള്ളുണ്ട ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനും കുറെ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എള്ളുണ്ട. എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഒരുപാടൊന്നും കഴിക്കണ്ട, എല്ലാം ഒരു മോഡറേറ്റ് ലെവലിൽ വേണം കഴിക്കാനായിട്ട്. ഒരു ദിവസം രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഓട്സ് ശരിക്കും ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഓട്സിന് കുറേ ഗുണങ്ങളുണ്ട്. ഓട്സ് ഫൈബേഴ്സ് ഒക്കെ റിച്ച് ആയതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിലും പറയാം ഓട്സിന്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഓട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ നല്ല ഒരു ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാർലി വാട്ടർ ഇല്ലേ എന്ന് വെച്ചാൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം, അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഒക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്രിക്കോട്ട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കാം. അതൊക്കെ ശരിക്കും ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാം ഓവറായിട്ടൊന്നും കഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 2-3 വെച്ചിട്ട് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ നമ്മുടെ കടല, പരിപ്പ്, പയറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ പയറൊക്കെ നമുക്ക് മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കാട്ടോ വേണമെങ്കിൽ. അതുപോലെ ഇപ്പോൾ വൈകുന്നേരം ഒരു സ്നാക്കായിട്ടൊക്കെ പയറും തേങ്ങയൊക്കെ ഇട്ടിട്ട് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. അപ്പോൾ ശരിക്കും നല്ലതാണത്. ഇപ്പം നമ്മുടെ വാട്ടർ മെലൺ, ഗ്രേപ്സ്, അതുപോലെ ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം സപ്ലിമെന്റ്സ് മുടങ്ങാണ്ട് കഴിക്കാൻ നോക്കാം. അത് മിക്കവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡെലിവറി എന്നല്ല, നമ്മൾ പ്രഗ്നൻസി ടൈം തൊട്ടേ കാൽസ്യം സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അത്രയും ടൈമിൽ നമ്മൾ ഈ കാൽസ്യം സപ്ലിമെന്റ്സ് മുടങ്ങാണ്ട് തന്നെ കഴിക്കാം. അങ്ങനെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഭാവിയിൽ നടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അയണും കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അയൺ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ലെവലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താലും. പക്ഷെ കാൽസ്യം സപ്ലിമെന്റ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് മുടങ്ങാണ്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഒരു കഴിക്കണ ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ആ ഒരു ആദ്യത്തെ ഒരു 2 മാസം കഴിക്കാനുള്ള ഭക്ഷണങ്ങളല്ല. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അത്രയും നാൾ നമ്മൾ ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലാണ് ഉണ്ടാകുന്നത്. കുഞ്ഞിന് ആവശ്യത്തിന് പാലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നല്ലത് എടുത്തിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ മാക്സിമം അത്രയും ടൈമിൽ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ നോക്കുക, വെള്ളം കുടിക്കുക, പാല് കുടിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ നമുക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇനി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടും എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് നമുക്കൊന്നും കൂടുന്നില്ല, ബ്രസ്റ്റ് മിൽക്ക് അത്രയും കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല കൊടുക്കുന്നത് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന് തൊട്ടപ്പുറം ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് നോക്കണം വീഡിയോസ് ഇട്ടിട്ടുണ്ടോന്ന്. അപ്പോൾ ഇത് ചെയ്തതിനാൽ നല്ല ഈസി ആയിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആർക്കെങ്കിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് ഈ വീഡിയോ, അവർക്കല്ല അവരുടെ പേരൻസിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.